നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കോട്ടയിൽ LJPക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് BJP ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് BJPക്ക് മാറ്റിവെച്ചിരിക്കുന്ന സീറ്റിൽ നിന്നാണ് സാധാരണയായി LJPക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ സീറ്റ് കൊടുക്കുന്നത്. അതായത് ഐക്യജനതാദളും BJPയുമാണ് അവിടെ സീറ്റ് പങ്കിട്ടെടുക്കുന്നത്. അതിൽ നിന്ന് BJPയുടെ കോട്ടയിൽ നിന്നാണ് സാധാരണയായി സഖ്യകക്ഷികൾ, അതായത് NDAയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ അവാം മോർച്ച, ജതൻ റാം മാഞ്ചിയുടെ പാർട്ടി, അതുപോലെ തന്നെ നിലവിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായിട്ടുള്ള ലോക് ജനശക്തി പാർട്ടി, ഇവർക്കൊക്കെ സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ ആ കാര്യത്തിൽ ഒരു വലിയ പ്രശ്നം ഉദിച്ചിരിക്കുകയാണ്. BJP പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് അലൗ ചെയ്തിട്ടുള്ള സീറ്റുകൾ അവിടെ പാർട്ടി അംഗങ്ങൾക്ക് മത്സരിക്കേണ്ടതായി ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഐക്യജനതാദൾ അനുഭാവപൂർവ്വം തീരുമാനമെടുക്കുകയോ ഐക്യജനതാദൾ വിട്ടുവീഴ്ച നടത്തുകയോ ചെയ്യണം എന്ന രീതിയിലേക്കാണ്. നമുക്കറിയാം, നിതീഷ് കുമാറിൻ്റെ ക്യാബിനറ്റ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ വീണ്ടും BJP അംഗങ്ങളെയാണ് ക്യാബിനറ്റ് മന്ത്രിമാരാക്കിയത്. അതായത് നിതീഷ് കുമാറിൻ്റെ ക്യാബിനറ്റിൽ കേവലം മുഖ്യമന്ത്രി അടക്കം 13 അംഗങ്ങൾ മാത്രമാണ് ഐക്യജനതാദളിലുള്ളത്. 20-ൽ പരം അംഗങ്ങൾ BJPയുടെ നേതാക്കളാണ്. അതായത് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണെന്നേ ഉള്ളൂ. പ്രധാന വകുപ്പുകളും മന്ത്രിസ്ഥാനവും എല്ലാം കൂടുതലായി അലങ്കരിക്കുന്നത് BJP തന്നെയാണ്. മഹാരാഷ്ട്ര മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് BJP അടുത്ത ലക്ഷ്യം. അതായത് BJP 80 അതിലധികം സീറ്റുകളോ നേടി ഐക്യജനതാദളിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴികെ ബാക്കി എന്തും നൽകാൻ തയ്യാറാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം BJP കൈവശം വയ്ക്കാൻ, ബീഹാർ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി. നിതീഷിനെ മോദിയുടെ ക്യാബിനറ്റിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബീഹാറിൽ ഐക്യജനതാദൾ ഭരണം അവസാനിപ്പിച്ച് NDA ഭരണത്തിൽ BJP ബീഹാറിൻ്റെ ഭരണചക്രത്തിൽ ഇരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ട് കാലമേറെയായി. നിർമ്മല സീതാരാമൻ എന്തുകൊണ്ടാണ് ബജറ്റിൽ ബീഹാറിനുള്ള കേന്ദ്ര വിഹിതം ഇത്രയധികം തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നത് വലിയ സംശയകരമായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ അവരുടെ ലക്ഷ്യം ഇതാണ്: ഐക്യജനതാദളിനെ നേട്ടം കൊയ്തെടുക്കാൻ അനുവദിക്കാതിരിക്കുക, ഒപ്പം BJPക്ക് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനതാദളിന് കിട്ടിയ 12 ലോക്സഭാ സീറ്റുകൾ വാസ്തവത്തിൽ BJPക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം BJP ഇവരുടെ സഖ്യത്തിൻ്റെ ഭാഗമായി ഭരിക്കേണ്ടി വന്നതിൻ്റെ ഗതികേട് അത് അവർക്ക് ഒരു തീരാ നഷ്ടമായി കണക്കാക്കുകയാണ്. അതിനിടയിൽ 2020-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനതാദൾ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ചിരാഗ് ഓടി നടന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ നിതീഷിൻ്റെ കയ്യിലുണ്ട്. നിതീഷ് അതുകൊണ്ട് തന്നെ ഐക്യജനതാദളിൻ്റെ കോട്ടയിൽ നിന്നൊരു സീറ്റ് ചിരാഗിന് ഒരു കാലത്തും വിട്ടുകൊടുക്കില്ല. ജതൻ റാം മഞ്ചി നിതീഷിനെ ചതിച്ച വ്യക്തിയാണ്. ആ പക നിതീഷിൻ്റെ മനസ്സിലുണ്ട്. സഖ്യകക്ഷി ആയിരുന്നാലും ജതൻ റാം മഞ്ചിയെ ഒരിക്കലും അംഗീകരിക്കാൻ നിതീഷ് തയ്യാറാകില്ല. കാരണം 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ തൻ്റെ പാർട്ടിയുടെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് വിശ്വസ്തനായ ജിതൻ റാം മഞ്ചിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത്. എന്നാൽ വളരെ വൈകാതെ തന്നെ അദ്ദേഹം തനിക്കുണം കാണിച്ചു. അതെല്ലാം ഒരു ഉമ്മിത്തി പോലെ നിതീഷിൻ്റെ നെഞ്ചിൽ കത്തുകയാണ്.